പോണ്ടിച്ചേരി യാത്ര എന്നത് പലരുടെയും ആഗ്രഹമാണ്. ഗോവ പോലെ തന്നെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് പോണ്ടിച്ചേരി. ഒരു 2 ദിവസം മാറ്റിവെച്ചാൽ ഈസിയായി പോണ്ടിച്ചേരിയിലെ ഒരുവിധം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഈ വീഡിയോയിൽ പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് കാണേണ്ട സ്ഥലങ്ങളും ചെറിയ ഫുഡ് സ്പോട്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോയമ്പത്തൂരിൽ നിന്നുമാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. A1 ട്രാവൽസിന്റെ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടാണ് യാത്ര. അപ്പോൾ നൈറ്റ് സ്റ്റേ ഇതിലൂടെ ലാഭിക്കാം. ഒരു ഡേ നമുക്ക് സേവ് ആവുകയും ചെയ്യും. അങ്ങനെ യാത്ര തുടങ്ങി രാവിലെ ഒരു 7 മണിയോടെ പോണ്ടിച്ചേരി എത്തി. സ്ലീപ്പർ ബസ് ആണെങ്കിലും ഉറക്കം അത്ര എളുപ്പമായിരുന്നില്ല. ബസ് ഇറങ്ങിയ ഉടനെ ഓട്ടോചാട്ടന്മാർ വന്നു. പക്ഷെ ഞാൻ ബൈക്ക് എടുക്കാനായിരുന്നു പ്ലാൻ. അത് ഏത് സിക്സ് സെൻസ് വെച്ച് മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയില്ല. ആ ഓട്ടോചാട്ടൻ തന്നെ ഒരു ബൈക്ക് റെന്റൽ ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുപോയി. ഷോപ്പ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ടായിരുന്നു. സ്കൂട്ടർ ശരിക്കും നോക്കി തന്നെ എടുക്കണം. ആദ്യം ഒരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ് തന്നത്. ഓടിച്ചു നോക്കി എന്നിട്ട് മാറ്റി തരാൻ പറഞ്ഞു. പിന്നെ തന്ന വണ്ടിയാണിത്. ഫുൾ സ്ക്രാച്ച് ആണ്, എന്നാലും ഓടിക്കാൻ ഓക്കെയാണ്. ഓക്കെ പറഞ്ഞ് സേഫ്റ്റിക്ക് വേണ്ടി വണ്ടിയുടെ ഫുൾ വീഡിയോയും ഫോട്ടോയും എടുത്തു വെച്ചു. പെട്രോൾ അടിച്ച അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതാണ്. അവിടെ അടുത്താണ് വൈറ്റ് സാൻഡ് ബീച്ചും അതിനോട് ചേർന്ന് പോണ്ടിച്ചേരി ലൈറ്റ് ഹൗസും ഉള്ളത്. അതുകൊണ്ട് അതൊന്ന് കാണാൻ പോയി. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ട് അവിടെ ഇരുന്ന് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ കാണുന്ന മഹാരാജ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. നല്ല ടേസ്റ്റുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നല്ല ഹൈജീനും ഉണ്ട്. ഫോറിനേഴ്സ് ഒക്കെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ട്. അങ്ങനെ മസാല ദോശയും ഒരു കോഫിയും ഒരു പരിപ്പോടയും കഴിച്ചു. അവിടെ ഇരുന്ന് തന്നെ ഒരു ഹോം സ്റ്റേയും കണ്ടുപിടിച്ചു. ലേപ്പോണ്ടി ഹോം സ്റ്റേ എന്നായിരുന്നു ആ ഹോം സ്റ്റേയുടെ നെയിം. നല്ല ഫ്രണ്ട്ലി ആയ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. നല്ല ഹൈജീനും ഉണ്ടായിരുന്നു. വേഗം തന്നെ ഫ്രഷ് ആയി ഓൾറെഡി പ്ലാൻ ചെയ്ത പ്രകാരം സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. ആദ്യം തന്നെ പോയത് പോണ്ടിച്ചേരിയുടെ ഫേമസ് ആയ ഫ്രഞ്ച് കോളനി കാണാനായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഫ്രഞ്ച് കോളനി. അർബൻ സ്റ്റൈലിലും കൊളോണിയൽ സ്റ്റൈലിലുമുള്ള കഫേസും ഷോപ്സും സ്ട്രീറ്റ്സും ഇതൊക്കെ തന്നെയാണ് ഫ്രഞ്ച് കോളനി. പോണ്ടിച്ചേരിയുടെ മേജർ അട്രാക്ഷൻ തന്നെ ഇതാണ്. ഫ്രഞ്ച് കോളനിയോട് ചേർന്ന് തന്നെയാണ് പോണ്ടിച്ചേരിയിൽ ഫേമസ് ആയ ബീച്ച് സ്ഥലം ഉള്ളത്. അവിടെ നിന്ന് ബീച്ച് റോഡിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബീച്ച് റോഡിലേക്ക് കടന്ന് ഒരു നടത്തം അങ്ങോട്ട് നടന്ന പോണ്ടിച്ചേരി ബീച്ചും റോക്ക് ബീച്ചും ന്യൂ സാൻഡ് ബീച്ചും പ്രൊമനേഡ് ബീച്ച് അങ്ങനെ എല്ലാം കവർ ആകും. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആദ്യം വിസിറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം നെക്സ്റ്റ് ഡേ കവർ ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. പോണ്ടിച്ചേരിയിലെ ഫേമസ് ആയ ഓറോവിൽ കാണാനാണ് പോയത്. ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് റോക്ക് ബീച്ചിൽ നിന്ന് അങ്ങോട്ട്. ബൈക്കുള്ളതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ബൈക്ക് റെന്റിന് എടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല, നിർബന്ധമായി എടുക്കുക. ഓറോവില്ലിൽ ടിക്കറ്റ് എടുത്ത് ഫേമസ് ആയ ഗ്ലോബ് കാണുവാൻ അത്യാവശ്യം നടക്കാനുണ്ട്. ഉച്ചയാണെങ്കിലും ട്രീസ് എല്ലാം ഉള്ള നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത റോഡ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഓറോവില്ലിയുടെ ഹിസ്റ്ററി പറയുന്ന മ്യൂസിയംസ് എല്ലാം ഈ ടൂറിൽ നമുക്ക് ഇടയ്ക്ക് കാണാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയ കഫേസ് എല്ലാം ഉണ്ട്. ഓറോവില്ലയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമുക്കിവിടെ കിട്ടുക. പോകുന്ന വഴിക്ക് ഈ ബസ്സുകളെല്ലാം കണ്ടപ്പോൾ ചെറിയ ആശ്വാസം തോന്നി. കാരണം റിട്ടേൺ നമുക്ക് ഈ ബസ്സിൽ തിരിച്ചു പോരാമെന്ന് അറിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഹട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. പക്ഷെ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഞാൻ കരുതിയത് അതിനുള്ളിലേക്ക് നമുക്ക് എൻട്രി ഉണ്ടാകുമെന്നാണ്. ഇത് പക്ഷേ ആ ഗ്ലോബിലേക്കുള്ള ഒരു വ്യൂ പോയിന്റ് വരെ മാത്രമാണ് നമുക്ക് ആക്സസ് ഉള്ളത്. 1968 124 കൺട്രിയിലെ റെപ്രസെന്റേറ്റീവ്സിനെ സാക്ഷ്യപ്പെടുത്തി ഹ്യൂമൻ യൂണിറ്റിക്ക് വേണ്ടി ശ്രീ ഓർബിൻഡോയും അദ്ദേഹത്തിന്റെ അമ്മയും കൂടിയാണ് സ്ഥാപിച്ചത്. ഇതിന്റെ ഐഡിയ അദ്ദേഹത്തിന്റെ അമ്മയുടേതാണ്. 1930 മുതൽ ഈ ആശയമുണ്ട്. ബിയോണ്ട് ക്രീഡ് നേഷൻ പൊളിറ്റിക്സ്, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഒരു സിറ്റി ഉണ്ടാവുക എന്നതാണ് ആശയം. യുനെസ്കോ അംഗീകരിച്ച പദ്ധതി കൂടിയാണ് ഇത്. അങ്ങനെ ഓറോവിൽ വിസിറ്റ് ചെയ്ത് തിരികെ ബസ്സിലാണ് എൻട്രൻസ് ഗേറ്റിലേക്ക് എത്തിയത്. അപ്പോഴേക്കും നല്ല വിശപ്പായി. അവിടെ അടുത്ത് കണ്ട ഒരു കഫേയാണിത്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഒരു നല്ല പോസിറ്റീവ് ആംബിയൻസ് തരുന്ന കഫേ ആയിരുന്നു. അധികം സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാത്ത ഡീസൻറ്റ് ഫുഡായിരുന്നു അവിടെ. ഇതുപോലെയുള്ള മോഡേൺ ആർട്സും അവിടെ കാണാൻ സാധിച്ചു. അടുത്തത് പോണ്ടിച്ചേരിയിലെ കുറച്ച് ഫേമസ് ആയ ചർച്ചസ് കാണുവാൻ പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം വളരെ അടുത്തായതുകൊണ്ട് തന്നെ എല്ലാം തന്നെ കവർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ആദ്യം വന്ന ഈ ചർച്ചിന്റെ നെയിം ബസിലിക്ക ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആയിരുന്നു. ഫ്രഞ്ച് റൂൾ ടൈമായ 1907 ഈ ചർച്ച് പണി തീർത്തത്. മൈനർ ബസിലിക്ക എന്നറിയപ്പെടുന്ന ഈ ഒരു ചർച്ച് പോണ്ടിച്ചേരിയിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. അടുത്തത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ച് ഇൻ പോണ്ടിച്ചേരിയായ അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച് കാണുവാൻ പോയി. വൈറ്റ് ടൗണിലാണ് ഈ ചർച്ച് ഉള്ളത്. 1885 പണി തീർത്തത്. 2014 റീസ്റ്റോറേഷനും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ടൗണിന്റെ കൊളോണിയൽ സ്ട്രീറ്റായി പെർഫെക്റ്റായി ബ്ലെൻഡായി പോകുന്ന ഒരു യൂറോപ്യൻ എസ്തറ്റിക് വൈബാണ് ഈ ചർച്ചിനുള്ളത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ച് ഇൻ സൗത്ത് ഇന്ത്യ ആയ അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ എന്ന ചർച്ച് കാണാനാണ് അടുത്തത് പോയത്. യുദ്ധങ്ങൾ കാരണം ഡാമേജസ് ഉണ്ടായ ഈ ചർച്ച് ഇപ്പോഴുള്ള രൂപത്തിൽ റീകൺസ്ട്രക്ട് ചെയ്തത് 1791 സാമ്പാ കോവിൽ എന്നാണ് ലോക്കലി ഈ ചർച്ച് അറിയപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ ചർച്ചാണ്, മസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ്. അടുത്തതായി പോയത് പോണ്ടിച്ചേരിയിലെ പഴയ പോസ്റ്റ് ഓഫീസും ഇന്നത്തെ ഫേമസ് ബീച്ച് ഫ്രണ്ട് കഫേയുമായ ലേ കഫേയിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് ഒരു കോഫി കുടിച്ചുകൊണ്ട് ഈവനിങ് ഒരു 6 മണിയോടെ ബീച്ച് റോഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ലേ കഫേയിൽ കോഫി ഒരിക്കലും മിസ്സാക്കരുത്. ഈവനിങ് ടൈമിൽ ഇവിടെ വരുന്നതാണ് നല്ലത്. ചെറിയ റഷ് ഉണ്ടായിരിക്കും, എന്നാലും വേർത്തായിരിക്കും. പോണ്ടിച്ചേരിയുടെ ഐഡന്റിറ്റി കൂടിയായ മഹാത്മാഗാന്ധി സ്റ്റാച്യു ഉള്ളത് ബീച്ച് റോഡിൽ പോണ്ടിച്ചേരി ബീച്ചിനോട് ചേർന്നാണ്. അടുത്തതായി അങ്ങോട്ടേക്കാണ് പോയത്.
അവിടെ ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്യുന്ന മാർക്കറ്റൊക്കെ കാണാം. അവിടെ നിന്ന് വേണമെങ്കിൽ ഭംഗിയുള്ള ഹാൻഡ് ബാഗ്സോ ഡെക്കറേഷൻ ഐറ്റംസോ എല്ലാം വാങ്ങാം. അങ്ങനെ ഡേ 1 കറക്കം അവിടെ തീർന്നു. അതിനുശേഷം ഫ്രഷ് ആയി കഴിഞ്ഞ് നൈറ്റ് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ബീച്ച് റോഡ് എൻഡ് ചെയ്യുന്നിടത്ത് സൗത്ത് ബോൾവാർഡ് സ്ട്രീറ്റിൽ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസ് നമുക്ക് കാണാം. അത് മാത്രമല്ല നല്ല റെസ്റ്റോബാസും അവിടെയുണ്ട്. സോ നല്ല ഭക്ഷണം കഴിക്കാൻ ഈ ഒരു ഏരിയ ചൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം സ്റ്റാർട്ടേഴ്സായി കഴിച്ച ശേഷം ഒരു ഗുഡ് ആംബിയൻസ് ഉള്ള റെസ്റ്റോ ബാറിൽ കയറി ഡിന്നറും കഴിച്ച് ഡേ 1 അങ്ങനെ അവസാനിച്ചു. നെക്സ്റ്റ് മോർണിംഗ് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇന്നലെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയതിനാൽ ഇന്ന് കോണ്ടിനെന്റൽ സ്റ്റൈൽ ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റും എസ്പ്രസോയും ആയിരുന്നു കഴിച്ചത്. നമുക്കതൊന്നും സെറ്റാവില്ല. സൗത്ത് ഇന്ത്യൻ തന്നെയാണ് നമ്മുടെ നാടിന് സെറ്റാവുള്ളൂ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് ബീച്ച് റോഡിലെ ഈ ഒരു സിസിലി റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. കഫേ ആൻഡ് റൂംസ് ഉള്ള ഒരു ബിസിനസ് ആയിരുന്നു അത്. ഡേ 2 നമ്മൾ ആദ്യം പോയത് ഈഡൻ ബീച്ചിലേക്കാണ്. റോക്ക് ബീച്ചിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. വീണ്ടും പറയുന്നു, ബൈക്ക് റെന്റിന് എടുക്കുക, സൺസ്ക്രീൻ വാങ്ങി വയ്ക്കുക. ഇത് നമുക്ക് ഒരുപാട് പൈസയും ടൈമും സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈഡൻ ബീച്ചിലേക്ക് എത്തി. വാട്ടർ ആക്ടിവിറ്റീസ്, വാട്ടർ സ്പോർട്സ് എല്ലാം എൻജോയ് ചെയ്യാനാണ് കൂടുതലും ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ചെറിയ രീതിയിലുള്ള വാട്ടർ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സ് എല്ലാം എൻജോയ് ചെയ്യാൻ ഇവിടെ പറ്റും. കൂടാതെ ബീച്ചിൽ ഫാമിലിയായി വന്ന് കുളിക്കാനൊക്കെ പറ്റിയ സേഫായ ബീച്ചാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് സ്റ്റോൾസ് കാണാം. ലൈവായി ഫിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന കടകളാണ് അധികവും. ഈവനിങ് ടൈം ആയിരിക്കും കൂടുതൽ ബെറ്റർ. പക്ഷെ നമുക്ക് ഓൾറെഡി വേറൊരു ഈവനിങ് ഐലൻഡ് ബീച്ച് ഡെസ്റ്റിനേഷൻ പ്ലാനിലുണ്ട്. സോ ഈഡൻ ബീച്ച് മോർണിംഗ് വിസിറ്റിലേക്ക് വെച്ചു. ഈഡൻ ബീച്ചിന്റെ ഐഡന്റിറ്റി തന്നെ ഈ ഒരു ഫ്രെയിമാണ്. നല്ല വലിപ്പമുള്ള ഒരു ഹ്യൂജ് ഫ്രെയിം നമുക്കിവിടെ കാണാം. പോണ്ടിച്ചേരിയുടെ ഒരു ക്വൈറ്റ് സൈഡാണ് ഈഡൻ ബീച്ച്. അടുത്തതായി മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ടിങ്ങിനാണ് പോയത്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയ ഈ ഒരു ആക്ടിവിറ്റി പോണ്ടിച്ചേരി വിസിറ്റിൽ മസ്റ്റായും പോവേണ്ട ഒന്നാണ്. പോണ്ടിച്ചേരിയുടെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണിത്. ഈഡൻ ബീച്ചിൽ നിന്ന് 5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ടിക്കറ്റ് എടുത്ത് ഒരു 10 മിനിറ്റ് തന്നെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ഇതൊക്കെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഇതിന് തരാൻ കഴിയില്ല. ഫാമിലിയായി പോകുമ്പോൾ ഒരു ഫൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് എന്ന് മാത്രം. മാംഗ്രൂവ്സിന്റെ ഇടയിലൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ വാട്ടറിലും ബോട്ടിംഗ് ഉണ്ടാകും. ഇടയ്ക്ക് അരികമേട് വിസിറ്റ് ഉണ്ട്. റോമൻ ട്രേഡിംഗ് പോർട്ടിന്റെ റിമൈൻസ് ആണ് അവിടെ കാണുന്നത്. ഒരു ആൻഷ്യന്റ് ആർക്കിയോളജി സൈറ്റ് കൂടിയാണത്. പൊന്നിയിൻ സെൽവൻ പോലെയുള്ള സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫൺ ആക്ടിവിറ്റി തന്നെയാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ടിംഗ്. ഫൈനലി ഒരു ഐലാൻഡ് വിസിറ്റോട് കൂടിയാണ് നമ്മൾ പോണ്ടിച്ചേരി യാത്ര അവസാനിപ്പിക്കുന്നത്. ഈഡൻ ബീച്ചിൽ ഒരു ക്വൈറ്റ് സൈഡ് ഓഫ് പോണ്ടിച്ചേരി ആണെങ്കിൽ ഒരു ഫൺ സൈഡ് ഓഫ് പോണ്ടിച്ചേരിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഐലാൻഡ് വിസിറ്റിന് വേണ്ടി ചുന്നമ്പർ ബോട്ട് ഹൗസിലേക്ക് പോകണം. അവിടെ നിന്ന് പാരഡൈസ് ബീച്ചിലേക്കുള്ള ഫെറി ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ഫെറിയിലാണ് പാരഡൈസ് ബീച്ചിലേക്ക് എത്തുക. ബോട്ടിൽ പോകുമ്പോൾ ആളുകൾ വെള്ളത്തിൽ നിന്ന് ഫിഷിംഗ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഇത്രയേ ഉള്ളൂ ഇതിന് ആഴമെന്ന് മനസ്സിലാവുക. പാരഡൈസ് ബീച്ചിൽ ഫാമിലിയായും ഫ്രണ്ട്സായും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. സേഫ് ബീച്ച് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും പേടിക്കേണ്ട കാര്യമില്ല. വാഷ്റൂംസ്, ചേഞ്ച് റൂംസ് എല്ലാം ഇവിടെ ഉണ്ട്. കുറച്ചുകൂടി ഹൈജീനിക് ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് മാത്രം. ഒരു പെർഫെക്റ്റ് ആയ ഫൺ ഈവനിങ് എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയും യാത്രയിലെ ഫൈനൽ ഫൺ ഡെസ്റ്റിനേഷൻ ആയെല്ലാം നമുക്ക് പാരഡൈസ് ബീച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പാരാഗ്ലൈഡിംഗ് പോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഫൺ ഡെസ്റ്റിനേഷനായി പാരഡൈസ് ബീച്ച് വിസിറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈവനിങ് ഒരു 6 മണിയോട് കൂടി ഫെറിയിൽ കയറി റിട്ടേൺ പോന്നു. അത്രയും ടൈമാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക. സ്പെഷ്യൽ ബുക്കിംഗ് എല്ലാം ഉള്ളവർക്ക് വേണ്ടി പാരഡൈസ് ബീച്ചിൽ തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടി എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വിസിറ്റിൽ അതും കൂടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു യാത്രയിൽ നല്ലൊരു സൺസെറ്റും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഈവനിങ് ടൈമിലാണ് പാരഡൈസ് ബീച്ച് വിസിറ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നൈറ്റാണ് റിട്ടേൺ ബസ്. അതിനു മുന്നേ പോണ്ടിച്ചേരിയിലെ ഫേമസ് ആയ അരുൾമിഗു മനക്കുള വിനായകർ ദേവസ്ഥാനവും കൂടി കാണാൻ പോയി. 7.5 കിലോഗ്രാം ഗോൾഡിൽ ഉണ്ടാക്കിയ ഗണപതി വിഗ്രഹമാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇന്നലെ പോയ സെയിം ഫുഡ് സ്ട്രീറ്റിലാണ് പോയത്. ഇന്നും കുറച്ച് സ്ട്രീറ്റ് ഫുഡ് സ്റ്റാർട്ടറായി ട്രൈ ചെയ്തു. പിന്നെ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിച്ചു. നല്ല ആംബിയൻസും ഫുഡ് ക്വാളിറ്റിയും എല്ലാം ഉണ്ടായിട്ടും സ്ട്രീറ്റിൽ നല്ല തിരക്കുണ്ടായിട്ടും റെസ്റ്റോറൻറ്റിൽ ആളുകൾ കുറവായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ ബസ് കയറാൻ പോയി. ബസ് കയറുന്ന ലൊക്കേഷനിൽ തന്നെയാണ് വണ്ടി റിട്ടേൺ ചെയ്യേണ്ടത്. അങ്ങനെ 2 ദിവസത്തെ പോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞു. നിങ്ങളുടെ പോണ്ടിച്ചേരി ട്രിപ്പിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.